നമസ്കാരം. ബിലാത്തി വാർത്തകളുടെ ഗുഡ് മോർണിംഗ് UK എന്ന ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. UK-യിൽ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ലേബർ സർക്കാർ 3 ലക്ഷം പുതിയ തൊഴിൽ പരിശീലന അവസരങ്ങൾ പ്രഖ്യാപിച്ചു. യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിനും സിംഗിൾ മാർക്കറ്റിനും UK ശ്രമിക്കുന്നതായി സൂചന. വാർത്തകളോട് ഔദ്യോഗികമായി പ്രതികരിക്കാതെ സർക്കാർ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും പണപ്പെരുപ്പം 2.8% കുറഞ്ഞുവെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. 40 മണിക്കൂറിന് മുകളിലുള്ള ഓവർടൈം ജോലിക്ക് ആദായ നികുതി പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് ആകർഷകമായ വാഗ്ദാനവുമായി റിഫോം UK. മുൻ കേംബ്രിഡ്ജ് മേയറും മലയാളിയുമായ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലയ്ക്ക് കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിന്റെ പരമോന്നത ബഹുമതിയായ ഓണററി കൗൺസിലർ പദവി. UK മലയാളികൾക്കിടയിലെ മാനസിക സമ്മർദ്ദങ്ങൾക്കും ആത്മഹത്യാ പ്രവണതകൾക്കും പരിഹാരം കാണാൻ കേൾക്കാം സൂയിസൈഡ് പ്രിവെൻഷൻ പദ്ധതി. നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് തിരികെ എത്തുന്നില്ല. സംസ്ഥാനത്തെ തൊഴിൽ മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. UK-യിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർഗേജ് സേവനങ്ങൾ സംബന്ധിച്ച് സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. വാർത്തകൾ വിശദമായി. തൊഴിലില്ലാത്ത യുവാക്കൾക്കായി ട്രെയിനിംഗ് പദ്ധതികൾ വിപുലീകരിച്ച് സർക്കാർ. UK-യിൽ തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കൾക്കായി വർക്ക് എക്സ്പീരിയൻസ് ട്രെയിനിംഗ് പദ്ധതികൾ വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനം. യുവാക്കളെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നതിന് £1 ചിലവാക്കുമ്പോൾ അവരെ ബെനിഫിറ്റുകളിൽ നിലനിർത്താൻ രാജ്യം £25 ചിലവാക്കുന്നുണ്ടെന്ന് മുൻ മന്ത്രി അലൻ മിൽബണിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം. വരും 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം അധിക വർക്ക് എക്സ്പീരിയൻസ് പ്ലേസ്മെന്റുകൾ നൽകാനുള്ള പദ്ധതികൾ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പാറ്റ് മക്ഫാഡൻ പ്രഖ്യാപിക്കും. 16-നും 24-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 10 ലക്ഷത്തോളം യുവാക്കൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും പരിശീലനവും ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ 60% പേർക്കും ഇതുവരെ ഒരു ജോലി പോലും ലഭിച്ചിട്ടില്ല എന്നത് വലിയൊരു പ്രതിസന്ധിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 6 ആഴ്ചത്തെ പരിശീലനവും ഒടുവിൽ ഗ്യാരണ്ടീസ് തൊഴിൽ ഇന്റർവ്യൂവും നൽകുന്ന സ്വാപ്സ് പ്രോഗ്രാമിലൂടെ പകുതിയോളം പ്ലേസ്മെന്റുകൾ നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വർഷം റെക്കോർഡ് സംഖ്യയായ 25,000 യുവാക്കൾ ഇതിനകം പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. UK-യുടെ സിംഗിൾ മാർക്കറ്റ് നിർദ്ദേശം തള്ളി യൂറോപ്യൻ യൂണിയൻ. ബ്രെക്സിറ്റിന് ശേഷമുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനുമായി ചരക്കുകൾക്കായി ഒരു സിംഗിൾ മാർക്കറ്റ് രൂപീകരിക്കാനുള്ള ബ്രിട്ടന്റെ നിർദ്ദേശം ബ്രസൽസ് നിരസിച്ചതായി റിപ്പോർട്ട്. പകരം ബ്രിട്ടൻ കസ്റ്റംസ് യൂണിയനിൽ ചേരുകയോ യൂറോപ്യൻ എക്കണോമിക് ഏരിയ വഴി ആഴത്തിലുള്ള സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുകയോ ചെയ്യണമെന്ന് EU നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് തൊഴിലാളികൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള അനുമതി നൽകേണ്ടി വരും. ഇത് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ നിലപാടുകൾക്ക് വിരുദ്ധമായതിനാൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ജൂലൈയിൽ നടക്കാനിരിക്കുന്ന EU-UK ഉച്ചകോടിയിൽ ഈ വിഷയം ചർച്ചയായേക്കുമെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കി. അടുത്തിടെ നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഡൌണിംഗ് സ്ട്രീറ്റിൽ സ്റ്റാർമറുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ വ്യാപാര ചർച്ചകൾ സജീവമാകുന്നത്. സർക്കാരിന്റെ പദ്ധതികൾ ഫലം കാണുന്നുവെന്ന് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും സർക്കാരിന്റെ പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്തു തുടങ്ങിയെന്നും പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വ്യക്തമാക്കി. രാജ്യത്തെ നെറ്റ് മൈഗ്രേഷൻ 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി. പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ 2.8% കുറയുകയും വർഷത്തിന്റെ ആദ്യ പാദത്തിൽ G7 രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി UK മാറുകയും ചെയ്തു. ഇതിനു പുറമെ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ വാറ്റ് കുറയ്ക്കാനും ഓഗസ്റ്റ് മാസം മുഴുവൻ ഇംഗ്ലണ്ടിലെ 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്ര നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് NHS വെയിറ്റിംഗ് ലിസ്റ്റുകൾ 3.5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധിക സമയ ജോലിക്ക് നികുതി ഒഴിവാക്കുമെന്ന് റിഫോം UK. തൊഴിലാളികളെ ആകർഷിക്കുന്ന പുതിയ നയവുമായി റിഫോം UK. പ്രതിവർഷം 75,000 പൗണ്ടിൽ താഴെ വരുമാനമുള്ള തൊഴിലാളികൾക്ക് ആഴ്ചയിൽ 40 മണിക്കൂറിലധികം ചെയ്യുന്ന ഓവർടൈം ജോലിയുടെ ആദായ നികുതി പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് നൈജൽ ഫരാജ് പ്രഖ്യാപിച്ചു. ഉദാഹരണത്തിന് ആഴ്ചയിൽ 6 മണിക്കൂർ ഓവർടൈം ചെയ്യുന്ന ഒരു മുഴുവൻ സമയ നഴ്സിന് പ്രതിവർഷം 1,300 പൗണ്ടിലധികം ലാഭിക്കാൻ ഈ ഹാർഡ് വർക്ക് ബോണസ് വഴി സാധിക്കും. ഏകദേശം 5 ബില്യൺ പൗണ്ട് ചിലവ് വരുന്ന ഈ പദ്ധതി നിലവിലെ വെൽഫെയർ പേയ്മെന്റുകൾ വെട്ടിച്ചുരുക്കുന്നതിലൂടെ കണ്ടെത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്.
ഈ മാറ്റം വഴി രാജ്യത്തെ 90% തൊഴിലാളികൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് റിഫോം UK അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലേബർ, ടോറി, ലിബറൽ, ഡെമോക്രാറ്റ് പാർട്ടികൾ ഈ സാമ്പത്തിക പദ്ധതിയുടെ പ്രായോഗികതയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ കേംബ്രിഡ്ജ് മേയർ അഡ്വക്കേറ്റ് ബൈജു തിറ്റാലയ്ക്ക് ഓണററി കൗൺസിലർ പദവി. യുകെയിലെ കേംബ്രിഡ്ജ് കൗൺസിലിൽ 10 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച മുൻ കൗൺസിലർമാർക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ ഓണററി കൗൺസിലർ പദവി മലയാളിക്ക് സ്വന്തം. മുൻ കേംബ്രിഡ്ജ് മേയറും പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ബൈജു തിറ്റാലയ്ക്കാണ് കേംബ്രിഡ്ജ് സിറ്റി കൗൺസിൽ ഈ ആദരവ് നൽകിയത്. Because I've also noticed that Councillor Baiju Titala is over here as well. Congratulations. കമ്മ്യൂണിറ്റി മേഖലയിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് കൗൺസിൽ ഏകകണ്ഠേന ഈ പദവി നൽകാൻ തീരുമാനിച്ചത്. ഈ പദവി ലഭിക്കുന്നതോടെ കൗൺസിലിന്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ പ്രത്യേക സീറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രത്യേക അവകാശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കും. പൊതുപ്രവർത്തന രംഗത്ത് ഒരു UK മലയാളി കൈവരിക്കുന്ന ഈ സവിശേഷ നേട്ടം മലയാളി സമൂഹത്തിന് ഒന്നാകെ വലിയ അഭിമാന നിമിഷമാണ് സമ്മാനിക്കുന്നത്. മാനസികാരോഗ്യ പ്രതിസന്ധികൾ മറികടക്കാൻ കേൾക്കാം. യുകെയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും ആത്മഹത്യാ പ്രവണതകൾക്കും പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേൾക്കാം സൂയിസൈഡ് പ്രിവെൻഷൻ ക്യാമ്പയിൻ ശ്രദ്ധേയമാകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ എന്നിവ കാരണം വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് കേൾവിക്കാരാകാനും കൃത്യമായ പിന്തുണ നൽകാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. ആത്മഹത്യകൾ പൂർണ്ണമായും പ്രതിരോധിക്കാവുന്ന ഒന്നാണ്. ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സുരക്ഷിത ഇടം നൽകുന്നതിലൂടെ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. NHS ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനവും അടിയന്തര സഹായവും ഇതിലൂടെ ലഭ്യമാകുന്നു. ആത്മഹത്യാ ചിന്തകളുള്ളവരോ അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരോ മടികൂടാതെ ഇത്തരം ഹെൽപ്പ് ലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. ഒറ്റപ്പെടലും മാനസിക സംഘർഷങ്ങളും മൂലം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേൾക്കാം ക്യാമ്പയിൻ ജീവകാരുണ്യ പ്രവർത്തകനായ ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ 2026 മെയ് 25 മുതൽ ജൂൺ 11 വരെ യുകെയിലുടനീളം വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവില് എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന മലയാളികളോട് നമ്മൾ പറയാണ്, ഉണ്ടടോ, ഇരിക്കടോ, നമുക്ക് കേൾക്കാം. ഈ പ്രോജക്ടിന്റെ UK ലോഞ്ചിന് വേണ്ടി മെയ് മാസം 25-ാം തീയതി ഞാൻ യുകെയിലേക്ക് വരണം. ഈ വലിയൊരു ക്യാമ്പയിൻ 12-ാം തീയതി വരെ ഞാൻ യുകെയിലുണ്ട്. ജീവിതത്തിന്റെ ചരട് മുട്ടുമ്പോൾ ഒരു ലൈൻ നിങ്ങൾക്ക് പിടിച്ചു കയറാനുള്ള കേൾക്കാം, ഇരിക്കടോ എന്ന ഈ പ്രോജക്റ്റില് 3000-ലേറെ പേരെ നമുക്ക് കൈ കൊടുത്ത് ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ സാധിച്ച സന്തോഷത്തിലാണ് നമ്മൾ. അതിന്റെ ഈ സന്തോഷം പങ്കിടാൻ നിങ്ങൾക്കും അല്പസമയം മാറ്റിവെക്കണം. യുകെയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നതിനൊക്കെ തിരിച്ചു കൊടുക്കാൻ ഒരു കടപ്പാടിൽ നമുക്ക് കൊടുക്കണം. നമ്മുടെ സമയം കൊണ്ട് ഒരു ജീവനെ മരണത്തിൽ നിന്ന് കരകയറ്റാൻ കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ കാര്യം വല്ലതുണ്ടോ? അതിനാൽ പ്രിയമുള്ളവരെ, എളിമയോടെ, താഴ്മയോടെ, സേവന മനസ്ഥിതിയോടെ തകർന്നടിഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്ക് കൈത്താങ്ങാകാൻ നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കണട്ടാ. എല്ലാവരും വരണം. നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വരാൻ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതം ആനന്ദപ്രദമാകുന്നതോടൊപ്പം നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന മനുഷ്യർക്ക് പ്രത്യാശയുടെ ചെറു കിരണം കൊളുത്താൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ. സോ ഐ ആം വെയിറ്റിംഗ് ടു സീ യു അറ്റ് UK. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വെറുതെ അല്ല ഭായിമാർ മടങ്ങാത്തത്. കേരളത്തിലെ തൊഴിൽ മേഖല പ്രതിസന്ധിയിൽ. അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് മടങ്ങാത്തത് സംസ്ഥാനത്തെ തൊഴിൽ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നു. പലരും യാത്രാ മധ്യേ തന്നെ യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും സൗജന്യ റേഷൻ, തൊഴിലുറപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയവുമാണ് ഇവരെ പിന്നോട്ട് വലിക്കുന്നത്. തിരികെ വരുന്നതിനായി കരാറുകാർ സൗജന്യ വിമാന ടിക്കറ്റും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്തിട്ടും തൊഴിലാളികൾ വഴങ്ങുന്നില്ല. ഇതോടെ കേരളത്തിലെ കെട്ടിട നിർമ്മാണം, പ്ലൈവുഡ് നിർമ്മാണം, ഹോട്ടൽ വ്യവസായം, കൃഷി തുടങ്ങി വിവിധ മേഖലകൾ വലിയ തൊഴിൽ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 10 ലക്ഷത്തോളം തൊഴിലാളികളാണ് ഇത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങിയതെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബിലാത്തി ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.